ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണി വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോക്കി ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ല തണുത്ത കാറ്റുണ്ട്, അതേപോലെ തന്നെ ചെറിയ രീതിയിലൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി നല്ല തകർപ്പും മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു മഴയെ കണ്ടപ്പോൾ രാവിലെ ചിലപ്പോൾ രാവിലെ നീച്ച് വരുമ്പോഴത്തേനും ചെറിയൊരു തണുപ്പും നല്ലൊരു കോടയൊക്കെ ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു തെളിച്ചായിരുന്നു. അതുകൊണ്ട് നോക്കി ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് വൈകിട്ട് മഴ ഉണ്ടാവുന്നതാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ കോഴികളൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ആവശ്യമായിട്ട് നമ്മുടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കായാലും നല്ല സുഖമായിട്ട് മേവ് കുടിച്ചേക്കുക. മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്താൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി. അപ്പോൾ നമുക്ക് അതെന്താണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണാമോ. സംഭവം വേറെ വലിയ സസ്പെൻസൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വൈകിട്ട് പോയിട്ട് മഴയ്ക്ക് മുന്നേ നമ്മൾ ചക്ക ഇട്ട് വന്നിട്ടാണ്. അപ്പോൾ ചക്കയൊക്കെ ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അരച്ച് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കും. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം എല്ലാവർക്കും മനസ്സിലാവും. നമ്മളിന്ന് ചക്ക വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക്, അതായത് നല്ല മഴയൊക്കെയുള്ള ടൈമിൽ നമുക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് എല്ലാം കഴിയുന്നത് ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആളും കൂടി തങ്കരവാടിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ആൾ കൂടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഞാനും ആളെ ആയാലും ഇതാ പുറത്തൊന്നും ഇറക്കിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ നല്ല തണുപ്പുള്ളപ്പോൾ അങ്ങനെ അവളെ പുറത്ത് ഇറക്കാറൊന്നുമില്ല. പക്ഷേ നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവളെ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ എന്നാലും ഇന്നപ്പോൾ സെറ്ററൊക്കെ ഇട്ടിട്ടാട്ടോ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ബനിയനെ കൂരി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാൻറ്റൊക്കെ ഇടും. അപ്പോൾ എന്നാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തെളിഞ്ഞ നീലാകാശം, ഇതുപോലെ നല്ല തെളിഞ്ഞ നീലാകാശം നമുക്കിപ്പോൾ എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നൊരു കാഴ്ച മാത്രമായിട്ട് മാറിയിരിക്കുകയല്ലേ. കാരണം നല്ല മഴയാണല്ലോ മിക്ക ടൈമിനും ഇപ്പോൾ പെയ്യുന്നത്. അപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ എപ്പോൾ പെയ്യുന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോഴൊന്നും വെയില്ല കേട്ടോ. കാരണം അത്രത്തോളം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ വെയിലൊക്കെ ആയാലും. പിന്നെ നമ്മുടെ കുട്ടി കുറുമിയാണെങ്കിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തു. നോക്കി കല്ലും മണ്ണൊക്കെ വാരിയിട്ടതാ. ഇവിടെ നമ്മൾ ചെടിയൊക്കെ നിറഞ്ഞൊരു പോട്ടാട്ടോ. അപ്പോൾ അതൊരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിറയ്ക്കാനുള്ള പരിപാടിയാണേ. ഇനി ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതാ വണ്ടിയിലാക്കിയിട്ട് മുറ്റത്ത് കൊണ്ടുവിടും. ഇതൊക്കെയാട്ടോ പരിപാടികൾ. അപ്പോൾ ഇന്ന് അംഗൻവാടിയിലൊന്നും വിട്ടിട്ടില്ല കേട്ടോ. സുന്ദരി ഇവിടെ നോക്കിയൊരു ഹായ് കൊടുക്കുവോ? ഹായ് കൊടുക്ക്. ഇവിടെ 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 ഭയങ്കര ബിസിയാണല്ലോ ആവണിക്കുട്ടി. ഇവിടെ 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 നോക്കടി പെണ്ണേ. ആവണി പറഞ്ഞതുകൊണ്ട് നോക്കിയിടുന്നു. ഹായും തരാനുള്ള മൂടൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അതാ ഹായൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നിറച്ചിട്ട് എങ്ങോട്ടാ പൊന്നെ കൊണ്ടോണേ ആവണിക്കുട്ടിയെ? എവിടേക്ക്? അവിടെയോ? അമ്മിക്കല്ലിട്ട് അരയ്ക്കാൻ പോവാണോ? കുറുമ്പി കുറുമ്പി കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് നമ്മുടെ കുറുമ്പിക്ക്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അതിപ്പോൾ വേണ്ട, അമ്മ കുറച്ച് കണ്ട് തരാം. അങ്ങനെ നമ്മൾ ഓൾറെഡി അരച്ച് സെറ്റാക്കിയിട്ട് നമ്മുടെ വിറകടുപ്പെല്ലാം കത്തിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചക്കയൊക്കെ കൊടുത്തതിന് ശേഷം അതിന് ചോളയൊക്കെ വേർതിരിച്ച്, അതായത് കുരുന്നൊക്കെ വേർതിരിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമാണ്. നല്ല പഴുത്ത ചക്കയാണ്. നമ്മൾ നേരെ മിക്സി ഇട്ടങ്ങ് അരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ഏതിലാണ് ഉണ്ടാക്കുന്ന ആ ഒരു ഉരുളിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ ചീനിച്ചട്ടി എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ശർക്കര പാനിയാക്കി നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം. ഇടയ്ക്ക് ഇറക്കി കൊടുക്കണം. അല്ലാതെ ചില പണി കിട്ടും. അടിയിലൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആ ഒരു പാനിയാക്കിയിട്ടുള്ള ആ ഒരു ശർക്കര ഇടല്ലോ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ചക്കവരട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചധികം ക്ഷമ ആവശ്യമുണ്ട്. കാരണം നന്നായിട്ട് ഇളക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ വെച്ചിട്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ അടുപ്പിൻ്റെ ചുറ്റും ഫുള്ളായിട്ട് വിറകൊക്കെ വര വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ വിറക് കുറച്ച് ഞാനിപ്പോൾ നമ്മൾ ചക്കവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ച് ഞാൻ അടിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പണിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ആയതുകൊണ്ട് മാത്രമേ അതാ പുറത്തേക്ക് ഇപ്പോൾ കുറച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കൂടി വിറകൊന്ന് വാരി വയ്ക്കാൻ. അതേപോലെ തന്നെ നമുക്കിനി കുറച്ച് ക്ലീനിങ് പരിപാടി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചക്കവരട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ആയി വരട്ടി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ടൈം എടുക്കുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴാണോ നമ്മുടെ അടുപ്പിടി ഒഴിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിയൊരു ചീനച്ചട്ടി അടപ്പ് വെച്ചിട്ടുള്ളത്.
ഇപ്പം നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിങ്ങനെ വരട്ടി വരുമ്പോഴത്തേന് കളറും നല്ല രീതിയിൽ തന്നെ മാറ്റം വരും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും മാറ്റം വരും. അപ്പം അതെല്ലാം നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ നോക്കി നല്ല രീതിയിൽ തന്നെ ആവി ഇങ്ങനെ മുകളിലേക്ക് വറക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തീ കത്തിയാലും നമ്മൾ കൈയോടെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിയിട്ടിലേക്ക് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വിറകൊന്ന് മാറ്റിയിരിക്കുക കേട്ടോ. നല്ല കനലായിരുന്നു കേട്ടോ അടുപ്പിലായാലും. പിന്നെ വിറകടുപ്പ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും നല്ല ചൂടായിരിക്കും. നമ്മുടെ ആ ഒരു ചട്ടി ആയാലും ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ കത്തിക്കുന്ന ഈ ഒരു അടുപ്പിൻ്റെ ഒരു ചൂട് നമ്മുടെ ഒരു കുഞ്ഞടുപ്പിലേക്ക് കൂടി ആയിട്ടുണ്ട്. അത്രത്തോളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ അടിയോടെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങനെ കൈയെടുക്കാതെ ഇളക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇളക്കി നമ്മുടെ കൈയൊക്കെ ഒരു വിധമാവട്ടെ. കാരണം അത്രത്തോളം നന്നായിട്ട് ഇളക്കാനുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നമുക്കൊരു പകുതി സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്കയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഏലക്കയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏലക്ക നന്നായിട്ട് തന്നെ ആ ഒരു തോല് കളഞ്ഞിട്ട് അതിനുള്ള ഒരു സീഡ് ഉണ്ടാകുമല്ലോ. അപ്പോൾ സീഡ് നല്ല ബ്ലാക്ക് കളർ ആവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറിച്ചതിന് ശേഷം നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ സ്റ്റോറിൽ കൊണ്ടുപോയിട്ടാട്ടോ ഉണക്കാതെ പറിച്ച ഏലക്കയെല്ലാം. അതിനുശേഷം നമ്മളിതാ കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഒരു തോല് വേർതിരിച്ചിട്ട് സീഡ് മാത്രം മതി കേട്ടോ. നമുക്ക് ആ ഒരു സീഡെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം നൈസായിട്ട് പൊടിക്കുക അത്രത്തോളം നല്ല തന്നെയാണ്. അപ്പോൾ കാരണം അത്രത്തോളം എല്ലാവരും നന്നായിട്ട് പിടിക്കുമല്ലോ. ഇത് മാത്രം പോരാ കേട്ടോ. നമുക്കിതാ നോക്കിയതാ ഈ ഒരു കളറിലായിട്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് അറിയില്ല. കാരണം അത് തോല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു കുഞ്ഞൊരിതായിട്ടോ മണിമണിയായിട്ട് കടുകിൻ്റെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പം കുറവായിരിക്കും. അത്രത്തോളം ചെറിയ കുറച്ച് സീഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു സീഡ് നന്നായിട്ടൊന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം കുറച്ച് നല്ല ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകമല്ലോ, അപ്പോൾ അതുകൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിക്കാണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ശർക്കര വരട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. വേറെ നമ്മൾ എക്സ്ട്രാ പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് ഞാനിവിടെ ചേർക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് ജീരകം കൂടി എടുക്കാം കേട്ടോ. അപ്പം ഏലക്കയും ജീരകവും കൂടി ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാട്ടോ ഞാനിപ്പോൾ എടുത്തുള്ളത്. അപ്പോൾ എന്തായാലും ഏലക്ക കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാൻ ഇത്രയും ഏലക്ക വേണമെന്ന് വിചാരിക്കണം കേട്ടോ. കാരണം വെറുതെ തോലെല്ലാം കളഞ്ഞാൽ സീഡ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് എണ്ണം ഒരു തോല് ഒട്ടും തന്നെ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തോലിൽ നിന്നൊന്ന് വേർതിരിച്ചെടുക്കലും കുറച്ച് ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും മെനക്കേടന്നെയാണ് നമ്മുടെ ഒരു ചക്കവരട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ നല്ല ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കൈസ് നോക്കി നേരത്തെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു കളറിലൊരു ഡിഫറൻ്റൊക്കെ വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ടൈം കൂടി ആയിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ നല്ല തന്നെ ആവിങ്ങനെ പറക്കണം. കാരണം അടുപ്പിൻ്റെ സൈഡിൽ നിൽക്കാൻ പാടത്ത് അത്രയും ഇങ്ങനെ പൊള്ളൊന്നും ചൂടായിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തവിയൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ആ ചെറിയ രീതിയിൽ പൊട്ടിത്തെറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര വരട്ടി ഒരു കുറച്ച് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ വരട്ടാൻ വെച്ച് കുറച്ച് ടൈം ആകുമ്പോഴത്തേനും പിന്നെ ഇതുപോലെ അതിലുള്ള വെള്ളാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് വേണ്ട ഇളക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാൻ അതുവഴി പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിലായിട്ടൊരു സംഭവമായിരിക്കും കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. നമ്മളിവിടെ ചോളകം ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത ചോളകം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഉറിയുടെ ആ ഒരു മേളിൽ കൂടെയൊക്കെ അവിടെ ഞാൻ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ചോളകം പോലത്തെ കുറച്ച് നമ്മുടെ വള്ളിപ്പാറിൻ്റെ വിത്തുകളാട്ടോ. നന്നായിട്ട് ഇപ്പോൾ സീഡായി മാറിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ എന്നും വിറകടുപ്പ് കത്തിക്കും കേട്ടോ. നമ്മൾ ആ ഒരു വിറകടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഉറിയൊക്കെ കെട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അതും അങ്ങ് ഉണങ്ങിക്കോളും. പുകയും ഇതൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഒരു ചൂടിൽ അങ്ങനെ ഉണങ്ങിക്കോളും. അപ്പോൾ നോക്കി ആ ഒരു ചോളകാലം നമ്മളൊരു ചോളത്തിൻ്റെ ആ ഒരു മേളിൽ ആ ഒരു തോല് പോലെ സംഭവമല്ലേ. അപ്പം അതിൽ വെച്ചിട്ട് തന്നെ അവിടെ കൂട്ടിയിട്ട് ഇതുപോലെ കെട്ടി വെച്ചിട്ടുള്ള അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങുന്നുണ്ട്. നമ്മുടെ ശർക്കര വരട്ടി ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിന് വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുണ്ടല്ലേ കളറൊക്കെ. അത്രത്തോളം ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നോക്കിയതാ നമ്മുടെ ഈ ഒരു ചട്ടി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരട്ടി വരുമ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ കുരുവെല്ലാം നന്നായിട്ട് കളഞ്ഞെങ്കിലും ഒരു കുരു ഇതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കൊടുക്കും. നോക്കി അതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ നോക്കി. അടിയൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മളാ ഒരു ചട്ടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് വിട്ട് വരുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ വരട്ടുന്നു അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്രൗൺ കളറാവും കേട്ടോ. നല്ലൊരു സ്മെല്ല് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏലക്ക ഇഞ്ചിരൊക്കെ പൊടിച്ചതും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണല്ലോ. പിന്നെ എത്രത്തോളം നന്നായിട്ട് വരട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനും കൂടി പറ്റും കേട്ടോ. എന്തായാലും ഇത് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. അപ്പം അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം.
അങ്ങനെ എന്തായാലും ഗൈസ് നമ്മുടെ കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നോക്കി നമ്മുടെ അടിപൊളിയായിട്ട് ചക്ക വറ്റിയതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നോക്കിയതാ. ഞാൻ ജസ്റ്റ് ഒന്ന് ചരിക്കുമ്പോഴത്തേക്കൊന്നും പോകുന്നുമില്ല കേട്ടോ, അത്രയും നല്ല സെറ്റായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നെയ്യ് ഒഴിച്ചിട്ടാട്ടോ അപ്പോൾ വരട്ടി എടുത്തുള്ളൂ. ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലും അതേപോലെ നമ്മുടെ ഏലക്കായുടെ സ്മെല്ലും ജീരകം മൊത്തത്തിലൊരു നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ. നോക്കി നല്ല ബ്രൗൺ കളറുമായിട്ടുണ്ട്. അതുപോലെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ നല്ലൊരു കിടിലൻ ടേസ്റ്റിനെയാണ്. നമ്മുടെ ചക്കവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം സെറ്റായി വന്നതിന് വൈകുന്നേരം ആയിട്ടോ. ഒരു 4 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. കാരണം അത്രത്തോളം നമ്മൾ കുറേ മണിക്കൂറുകളോളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയത് ചെറിയ തീയിലൊക്കെ ഇട്ടിട്ടൊക്കെ നന്നായിട്ട് വരട്ടിയിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടില്ല. കാരണം കുറച്ചധികം നേരത്തെ ടാസ്ക് തന്നെയാണ്. എന്തായാലും കുറച്ച് മെനക്കെട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചക്കവരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക കഴിക്കാനുള്ളൊരു ആഗ്രഹം നമുക്ക് ഈ ചക്കവരട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കി വയ്ക്കാറ്. ഇത് നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും കൂടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്തതായിരിക്കണം. അതുപോലെ നല്ലൊരു എയർ ടൈറ്റുള്ള ഒരു ബോട്ടിലൂടെ ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ എന്തായാലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നോക്കി നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറായിട്ട് അത്രത്തോളം നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈയെടുക്കാതെ വരട്ടി ആ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ലുക്ക് പോലെ തന്നെ കാണാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു ചക്കവരട്ടി നമുക്ക് ബ്രെഡിലിപ്പോൾ പലരും ന്യൂട്ടലിലേക്ക് തേച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറ്. അപ്പം അതിനേക്കാൾ എത്രയോ ഹെൽത്തി ആട്ടോ നമ്മുടെ ഈ ഒരു സംഭവം. ന്യൂട്ടല്ല ഹെൽത്തി എല്ലാം ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടി നമുക്കിതാ ഈ ഒരു ചക്കയൊക്കെ വരട്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് ബ്രെഡിലോ അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ കൊടുത്താലൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ജാമൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ കിടിലൻ തന്നെയാണ്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി മറക്കല്ലേ. പിന്നെ എപ്പോഴും ചക്ക വരട്ടി ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ തന്നെ പഴുത്ത ചക്കയായിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. അതേപോലെ നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചക്ക വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത വരിക്കച്ചക്കയും കൂഴച്ചക്കയും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.